ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും അനൂപ് വെള്ളാറ്റന്നൂർ എന്ന ഒരു കലാകാരൻ്റെ മരണം എന്നെയും വേദനിപ്പിച്ചു. സംഗീതജ്ഞൻ, അധ്യാപകൻ, ഗായകൻ, ഒരു ബാൻഡിൻ്റെ ഉടമ, ഇടയ്ക്ക വാദകൻ എന്നീ നിലകളിൽ ശോഭിച്ചിരുന്ന 41കാരനായ ഒരു മഹാപ്രതിഭ അടുത്തിടെ ജീവനൊടുക്കി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞാനിതാ പോവുകയാണ്, എൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദിയല്ല എന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് പെട്ടെന്നൊരു മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞു. കാരണം വ്യക്തമല്ല. എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള, ആർക്കും മോശം പറയാനില്ലാത്ത സുമുഖനായ ഒരു വ്യക്തി. അധ്യാപനവും സംഗീതവും അദ്ദേഹത്തിന് പാഷനായിരുന്നു എന്നാണ് അറിയുന്നത്. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം അദ്ദേഹം ചിലവഴിക്കുമായിരുന്നു. സ്കൂളിന് ശേഷം സംഗീതത്തിനായി സമയം കണ്ടെത്തിയപ്പോൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതിനുള്ള സമയം കുറഞ്ഞു കാണും. അത് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി കാണും. ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വേണമെന്ന് ഭാര്യ ആഗ്രഹിച്ചാൽ അത് തെറ്റെന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്നാൽ അദ്ദേഹം കുടുംബത്തെക്കാൾ കലയെ സ്നേഹിച്ച് കാണാനാണ് സാധ്യത. എല്ലാവരെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പ്രത്യേകിച്ച് നന്മയുള്ളവർക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിയാതെ വരുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. കുടുംബത്തിൽ സന്തോഷം കൊടുത്തില്ലെങ്കിൽ മറ്റെല്ലാ രംഗത്തെയും സന്തോഷം അതുമൂലം ഇല്ലാതെയാകും. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ മറ്റെല്ലാ തലങ്ങളിലും പ്രതിഫലിച്ചെന്നിരിക്കും. ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചാൽ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണോ ആ മനുഷ്യൻ കലയിൽ കൂടുതൽ എൻഗേജ്ഡ് ആയത് എന്നും അറിയുന്നില്ല. വർക്ക് ലൈഫ് ബാലൻസ് എന്നത് ഒരു അത്യാവശ്യ കാര്യമാണ്. ജോലിക്കൊപ്പം കുടുംബത്തെയും നോക്കണം. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ ഇവരെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇതിൽ ഭാര്യയ്ക്കും മക്കൾക്കും പ്രയോറിറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനൂപ് സാറ് ഒറ്റ മകനാണ്. അതുപോലെ ഭാര്യ ഡോക്ടർ പാർവതിയും ഒറ്റ മകളാണ്. സാറിന് സ്വന്തം വീടും നാടുമാണ് ഇഷ്ടം. എന്നാൽ ഭാര്യ വീട്ടുകാർക്ക് അദ്ദേഹവും കൂടി അവരുടെ വീട്ടിൽ താമസിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാണ് അറിയുന്നത്. ഭാര്യ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനായി സാർ അങ്ങോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അച്ഛനും അമ്മയും മാത്രമാകും. ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു സാർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും അദ്ദേഹം രണ്ടിടത്തും അല്ലാതെ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം എന്നും പിന്നീട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഭാര്യയും മക്കളും അവരുടെ വീട്ടിലേക്ക് പോയതെന്നും അറിയുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിനുണ്ടായതുപോലുള്ള പിരിമുറുക്കം ഭാര്യയ്ക്കും ഉണ്ടായിക്കാണും. ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സ്കില്ല് നാം ഉണ്ടാക്കിയെടുക്കണം. അതിന് കഴിയാതെ വന്നാൽ നാം മറ്റുള്ളവരുടെ ഹെൽപ്പ് നേടണം. നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാളോട് പറയുക, അയാളെ കേൾക്കുക, ഇതൊരു പ്രധാന ഘടകമാണ്. പുറമേ ഹാപ്പിയായി നടക്കുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ വിളിച്ചൊന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു സൊല്യൂഷൻ കിട്ടിയെന്നിരിക്കും. നമ്മുടെ മനസ്സിനെ നാം തന്നെ ആശ്വസിപ്പിക്കണം. അങ്ങനെ ഒരു സ്കിൽ നമുക്കുണ്ടെങ്കിൽ ഒരു കൗൺസിലർക്കോ ഒരു സൈക്കോളജിസ്റ്റിനോ പോലും നമ്മെ സഹായിക്കാൻ കഴിയൂ. അങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്ര സ്വാതന്ത്ര്യമുള്ള ആരും അനൂപ് സാറിന് ഉണ്ടായി കാണില്ല. അനൂപ് സാറിൻ്റെ ഈ ദുരന്തത്തിൽ നിന്ന് മറ്റുള്ളവർ പലതും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി,
പ്രതിസന്ധികളിൽ തളരാതെ അതിനെ അതിജീവിക്കാനുള്ള സ്കില്ലുണ്ടാക്കിയെടുക്കണം. 2, നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കണം. 3, കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ മറ്റു പ്രശസ്തികളുടെ പിറകെ പോകാവൂ. ഫാമിലിയും പാഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം. ഇവിടെ പല കലകളും സ്വായത്തമാക്കാൻ സാറിന് കഴിഞ്ഞു. പക്ഷേ കുടുംബം തകരാതെ നോക്കാനുള്ള ആ വലിയ കല അദ്ദേഹം പഠിച്ചില്ല. 4, എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, മക്കളുടെ മാരേജ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളിൽ കൈകടത്തരുത്. അവരെ സ്വതന്ത്രമായി വിടുക. മക്കളുടെ ജീവിതത്തിൽ ഒരു ഇത്തിൽക്കണ്ണിയായി മാറരുത്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മക്കളോടൊത്ത് താമസിക്കാവൂ. അവരുടെ പിന്നാലെ പോകരുത്. അവരുടെ തീരുമാനങ്ങളിൽ ഇടപെടരുത്. എവിടെ താമസിക്കണമെന്നും എങ്ങനെ താമസിക്കണമെന്നും അവർ തീരുമാനിക്കട്ടെ. എന്തായാലും ആ അമ്മയ്ക്ക് മകനെയും കുട്ടികൾക്ക് അച്ഛനെയും നഷ്ടം. Thank you and God bless you.